KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. തീജാനി ത്വരീഖത്ത് വിലക്കുകൾ ലംഘിച്ച് റഹ്മത്തുള്ള ഖാസിമി മുത്തേടം പ്രചാരണം ശക്തമാക്കുന്നു. കള്ളുകുടി പരാമർശം മന്ത്രി കെ ബാബുവിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശം. ഭൂമി കയ്യേറ്റം മന്ത്രി PJ ജോസഫിനും മുൻ മന്ത്രി KE ഇസ്മായിലിനുമെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. കോഴിക്കോട്ടെ പ്രമുഖ വ്യാപാരി നസീർ അഹമ്മദ് വധം, 2 പേർ കൂടി അറസ്റ്റിൽ. കമിതാക്കൾ തീവണ്ടിക്ക് മുമ്പിൽ ചാടി, യുവാവ് മരിച്ചു, യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഹജ്ജ് തീർത്ഥാടകരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫായിസ് അഹമ്മദ് കിദ്വായി. വാർത്തകൾ വിശദമായി. ജനങ്ങൾ എന്തു കുടിക്കണമെന്ന് അവർ തീരുമാനിക്കുമെന്ന എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ പരാമർശത്തിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ലൈസൻസ് സമ്പ്രദായമെന്ന് കോടതി ചോദിച്ചു. ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നവർക്ക് ഹെൽമറ്റ് നിർബന്ധമാണെന്ന് പിന്നെ എങ്ങനെ പറയാനാകുമെന്നും കോടതി ആരാഞ്ഞു. ഈ വിഷയത്തിൽ അധികാരം ഉപയോഗിക്കുന്നതിന് പകരം കോടതിയെ വിമർശിക്കുന്ന ദയനീയ കാഴ്ചയാണിത്. കള്ള് നിരോധിച്ചാൽ തൊഴിലാളികൾ വഴിയാധാരമാകുമെന്ന വാദം ദുർബലമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. ഒരു അബ്കാരി കേസിൽ വിധി പറയവെയാണ് കോടതി മന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമുയർത്തിയത്. എന്നാൽ കോടതിയോട് അനാദരവോ ബഹുമാനക്കുറവോ ഇല്ലെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. കള്ളിന് പകരം ബിയർ കുടിക്കാൻ നിർദ്ദേശിച്ചത് നിർഭാഗ്യകരമാണെന്നേ ഉദ്ദേശിച്ചുള്ളൂ. കള്ളു വ്യവസായം സംരക്ഷിക്കണമെന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മന്ത്രി PJ ജോസഫിനും മുൻ മന്ത്രി KE ഇസ്മായിലിനുമെതിരെ ഭൂമി കയ്യേറ്റ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. ഇടുക്കി നാടുകാണി ഗ്രീൻബർഗ് റിസോർട്ടിന്റെ പേരിൽ ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ കോർട്ട് ഓഫ് എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് വിജിലൻസ് കോട്ടയം S. സോമന്റേതാണ് ഉത്തരവ്. ഇരുവർക്കുമെതിരെ 2 കേസുകളിലായി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ കോട്ടയം വിജിലൻസ് DYSPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് 6 മാസത്തിനുള്ളിൽ സമർപ്പിക്കണം. ബിനാമി പേരിൽ PJ ജോസഫും ബന്ധുക്കളും ചേർന്ന് 9 ഏക്കർ തരിശ് ഭൂമിയും 3 ഏക്കർ വനഭൂമിയും 7 സെന്റ് ആദിവാസി ഭൂമിയും കയ്യേറിയെന്ന് പരാതിയിൽ പറയുന്നു. ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾക്ക് സ്റ്റേ ഉത്തരവ് നൽകിയതിനാണ് റവന്യൂ മന്ത്രിയായിരുന്ന KE ഇസ്മായിലിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കേസിൽ തുടരന്വേഷണം വേണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ട് കോടതി പരിഗണിച്ചില്ല. കോഴിക്കോട്ടെ വ്യാപാരി നസീർ അഹമ്മദിനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. കൊലയാളികളെ ഉപയോഗിച്ച ഒരു കാർ കൂടി പോലീസ് കണ്ടെടുത്തു. നേരത്തെ അറസ്റ്റിലായ 5 പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മുഖ്യപ്രതി ഹിഷാമിന്റെ സഹോദരൻ ഹിർഷാൻ, ഹിഷാമിന്റെ സഹായി ബിൻസാദ് എന്നിവരാണ് പിടിയിലായത്. ചേവായൂരിലെ വീട്ടിൽ നസീർ എത്തിയ വിവരം കൊലയാളി സംഘത്തെ അറിയിച്ച ആളാണ് ബിൻസാദ്. സ്വപ്നനഗരിയിലെ വീട്ടിൽ വെച്ച് നസീറിനെ മർദ്ദിച്ചവരിൽ ഹിർഷാനുമുണ്ടായിരുന്നു. ബിൻസാദും ഹിർഷാനും ഒരുമിച്ച് ബിടെക്കിന് പഠിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. ബൈക്കിൽ പോയി വെയിറ്റ് ചെയ്ത് നിന്നു. വന്ന വിവരം ഇവിടെ അറിയിച്ചതിന് ശേഷമാണ് ഇവര് രണ്ടാമത് ഒരുമിച്ച് മാരുതി വാനിൽ പോയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കാർ കൂടി പോലീസ് കണ്ടെടുത്തു. നസീർ അഹമ്മദ് കൊല്ലപ്പെട്ട ശേഷം മൃതദേഹം ചേവരമ്പലത്ത് റോഡരികിൽ കൊണ്ടിടാൻ ഉപയോഗിച്ച ഇൻഡിഗോ കാർ ബീച്ചിലെ ഒഴിഞ്ഞ പറമ്പിൽ നിന്നാണ് കണ്ടെത്തിയത്. അതേസമയം നേരത്തെ അറസ്റ്റിലായ ഹിഷാം ഉൾപ്പെടെ 5 പ്രതികളെ കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 15 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു.
ചേളാരി സമസ്തയുടെ വിലക്കുകൾ ലംഘിച്ച് തീജാനി ത്വരീഖത്ത് പ്രചാരണം റഹ്മത്തുള്ള ഖാസിമി ശക്തമാക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും ബൈഅത്ത് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഇസ്ലാമിക വിരുദ്ധമായ ഈ ത്വരീഖത്തിലേക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഖാസിമി. കഴിഞ്ഞ വെള്ളിയാഴ്ച കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ കല്ലേരി പ്രദേശത്തെ ഒരു വീട്ടിൽ ഇദ്ദേഹം ഒരു ബൈഅത്ത് ക്യാമ്പ് നടത്തിയിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 100ഓളം പേർ സന്നിഹിതരായിരുന്നെങ്കിലും ചേളാരി സമസ്ത വിഭാഗത്തിൽ നിന്ന് കേവലം 3 പേർ മാത്രമാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളാണ് ഈ ത്വരീഖത്തിലൂടെ പ്രചരിപ്പിക്കുന്നത്. ബൈഅത്ത് ചെയ്ത് ത്വരീഖത്ത് സ്വീകരിച്ച പ്രധാനികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന തീജാനിയ ത്വരീഖത്ത് ലഘുവിവരണം എന്ന പുസ്തകത്തിൽ ഇത്തരം ആശയങ്ങൾ ധാരാളമായി കാണുന്നുണ്ട്. മഹാനായ മുഹീദ്ദീൻ ശൈഖിനേക്കാൾ ഉന്നത പദവിയാണ് തനിക്കുള്ളതെന്ന് സയ്യിദ് അഹമ്മദ് തീജാനി അവകാശപ്പെടുന്നു. ബിദ്അഈ ചിന്തകളിലേക്ക് ആളുകളെ നയിക്കുകയാണ് ത്വരീഖത്തിന്റെ ലക്ഷ്യമെന്ന് സംശയിപ്പിക്കുന്ന ചില പരാമർശങ്ങളും പുസ്തകത്തിൽ കാണാം. ത്വരീഖത്തിൽ ചേരാൻ നിർദ്ദേശിക്കുന്ന നിബന്ധനകളിൽ രണ്ടാമത്തേത് ഇങ്ങനെയാണ്: മദതും ബറക്കത്തും പ്രതീക്ഷിച്ച് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ ഔലിയാക്കളെ സന്ദർശിക്കാതിരിക്കുക, മമ്പുറം തങ്ങളെ സിയാറത്ത് ചെയ്യരുതെന്നും അങ്ങനെ ചെയ്താൽ തീജാനി ത്വരീഖത്തിൽ സ്ഥാനമില്ലെന്നും പെരുവയലിലെ ഒരു വീട്ടിൽ നടത്തിയ ക്ലാസിൽ ഖാസിമി പറയുന്നു. തീവണ്ടിക്ക് മുമ്പിൽ ചാടിയ കമിതാക്കളിൽ യുവാവ് മരണപ്പെട്ടു. യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. എടപ്പാൾ പൂക്കരത്തറ കമ്പനിപ്പടി കളത്തിൽ ഗിരീഷാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. കാമോഗി കോലളമ്പ് കമ്പനിപ്പടി 29 വയസ്സുകാരിയായ സീനത്തിനെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം സീനത്തിനെ കാണാതായതായി ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അയൽവാസികളായ ഗിരീഷും സീനത്തും ഇരുവരും ഇന്ന് രാവിലെ 6 മണിക്കാണ് കുറ്റിപ്പുറം ഹംസപ്പടിക്ക് സമീപം തീവണ്ടിക്ക് മുമ്പിൽ ചാടിയത്. സംഭവം അറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ കുറ്റിപ്പുറം പോലീസ് ഗുരുതരമായി പരിക്കേറ്റ സീനത്തിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ജീവൻ രക്ഷിക്കാനായി കുറ്റിപ്പുറം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. കണ്ണൂർ സ്വദേശിനി ദുബായിൽ ഹൃദയാഘാതം മൂലം നിര്യാതയായി. ചപ്പാരപ്പടവ് പെരുമളാബാദ് സ്വദേശി കട്ടോത്ത് കണ്ടക്കിയിൽ അലിയുടെ ഭാര്യ തളിപ്പറമ്പ് അരിയിൽ റൈഹാനത്താണ് മരണപ്പെട്ടത്. ഹംരിയയിലെ താമസ സ്ഥലത്ത് വെച്ചാണ് മരണം സംഭവിച്ചത്. 32 വയസ്സായിരുന്നു. പരേതനായ മീത്തലപ്പുരയിൽ ഉമ്മറിന്റെയും പുതിയപുരയിൽ സൈനബയുടെയും മകളാണ് റൈഹാനത്ത്. ദുബായ് അൽബറഹ ഹോസ്പിറ്റലിലെ മെഡിക്കൽ എക്സ്പ്രസ് ജീവനക്കാരനാണ് അലി. 1 വർഷത്തോളമായി ദുബായിലുണ്ട്. ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കർണാടക ഹൈക്കോടതി ഈ മാസം 10ലേക്ക് മാറ്റി. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. വാനാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ, എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തി വിരൽ തുമ്പിൽ, എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. ആദർശത്തിനാദമി ശ്രവണപുടങ്ങളിൽ ആവേശം, അറിവിന്നലകൾ പകരും ജാലകം കാണാൻ വാവേഗം. KMIC വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. ഇന്ത്യയിൽ നിന്നുള്ള 1,60,000 തീർത്ഥാടകർക്ക് ആയാസരഹിതവും സുഗമവുമായ ഹജ്ജ് നിർവഹണത്തിനു വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫായിസ് അഹമ്മദ് കിദ്വായി പറഞ്ഞു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന എത്തുന്ന തീർത്ഥാടകർക്ക് മുൻകൂട്ടി അറിയിച്ചതനുസരിച്ചുള്ള മുഴുവൻ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും പരാതികളും പ്രശ്നങ്ങളും തത്സമയം പരിഹരിക്കുന്നതിനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും കോൺസുലേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി.
അതോടൊപ്പം 45,000 തീർത്ഥാടകരെ കൊണ്ടുവരുന്ന 334 സ്വകാര്യ ഗ്രൂപ്പുകളുടെ പ്രവർത്തനവും കോൺസുലേറ്റ് നിരീക്ഷിക്കുന്നുണ്ടെന്നും ഗ്രൂപ്പുകളുമായും തീർത്ഥാടകരുമായും ബന്ധപ്പെട്ട് ഗവൺമെന്റുമായി അവരുണ്ടാക്കിയ കരാർ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുമെന്നും CG പറഞ്ഞു. ഇതുവരെ തീർത്ഥാടകരുമായി എത്തിയ 111 ഗ്രൂപ്പുകളിൽ 62 കോൺസുലേറ്റ് സമർപ്പിച്ച പരിശോധന പട്ടിക പൂരിപ്പിച്ച് സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മോശം പ്രകടനം കാരണം 100-ലേറെ ഗ്രൂപ്പുകളുടെ അംഗീകാരം റദ്ദാക്കിയിരുന്ന കാര്യം അദ്ദേഹം അനുസ്മരിച്ചു. ഇന്ത്യൻ ഹജ്ജ് ദൌത്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കോൺസുൽ ജനറൽ അടക്കമുള്ളവർ നേരിട്ട് വിലയിരുത്തുന്നതിനുള്ള സംവിധാനം ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹജ്ജ് വാർത്തകൾ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഹജ്ജ് യാത്രയ്ക്ക് ശനിയാഴ്ച തുടക്കമാകുന്നതോടെ തീർത്ഥാടകരെ വരവേൽക്കാൻ നാളെ മുതൽ ഹജ്ജ് ക്യാമ്പ് സജീവമാകും. വിമാനം പുറപ്പെടുന്നതിന്റെ 14 മണിക്കൂർ മുമ്പ് ക്യാമ്പിലെത്തണമെന്നാണ് നിർദ്ദേശം. ഒക്ടോബർ 20 വരെ ഹജ്ജ് ക്യാമ്പും ഹജ്ജ് ഹൌസും പ്രവർത്തന നിരതമാകും. ഒക്ടോബർ 6 മുതൽ 20 വരെ 15 ദിവസങ്ങളിലായി സൗദി എയർലൈൻസിന്റെ 32 വിമാനങ്ങൾ ഹാജിമാരെ വിശുദ്ധ ഭൂമിയിലെത്തിക്കും. ചില ദിവസങ്ങളിൽ 3 വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹാജിമാരും കരിപ്പൂർ ഹജ്ജ് ക്യാമ്പ് വഴിയാണ് യാത്ര തിരിക്കുക. ലക്ഷദ്വീപിൽ നിന്നുള്ള 313 തീർത്ഥാടകർ 11-ന് ഒരേ വിമാനത്തിൽ യാത്ര തിരിക്കും. മാഹിയിൽ നിന്ന് 72 ഹാജിമാരാണ് തീർത്ഥാടനത്തിന് പുറപ്പെടുന്നത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർക്ക് മുൻവർഷത്തേക്കാൾ ചെലവ് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ വർഷം ഗ്രീൻ കാറ്റഗറിയിൽ 1,61,850 രൂപയും അസിസിയയിൽ 1,33,200 രൂപയുമാണ് ഹാജിമാർ നൽകേണ്ടി വരുന്നത്. മിനായിൽ സൗദി സർക്കാർ ട്രെയിൻ സർവീസിന് തുടക്കമിട്ടത് ഹാജിമാർക്ക് ഏറെ സഹായകമാകും. 250 റിയാലാണ് ഇതിന് ഈടാക്കുന്നത്. ഈ വർഷം ഹാജിമാർക്ക് സൗജന്യ സിം കാർഡും ATM കാർഡും നൽകുന്നുണ്ട്. 8,400 പേരാണ് ഈ വർഷം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന തീർത്ഥാടനത്തിന് പോകുന്നത്. ഏറ്റവും കൂടുതൽ പേർ കോഴിക്കോട് ജില്ലയിൽ നിന്നും കുറവ് പത്തനംതിട്ട ജില്ലയിൽ നിന്നുമാണ്. ഹജ്ജ് ക്യാമ്പിന്റെ വിജയത്തിന് ഹജ്ജ് കമ്മിറ്റി അംഗങ്ങൾ കൺവീനർമാരായി വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തന രംഗത്തുണ്ട്. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നാളെ രാത്രി 7 മണിക്ക് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. സംഘടനാ വാർത്തകൾ. ധീരവിപ്ലവ കൈകൾ കോർക്കൂ, നേര് തേടും സോദരരെ, പോരിടങ്ങളുണർന്നു കഴിഞ്ഞു വീരരാം പോരാളികളെ. സമസ്ത കേരള സുന്നി യുവജന സംഘം ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന ആദർശ സുന്നി വോയിസ് ക്യാമ്പയിനുകളുടെ ഭാഗമായുള്ള നേതൃസംഗമങ്ങൾ ഒക്ടോബർ 6 ശനിയാഴ്ച 6 കേന്ദ്രങ്ങളിൽ നടക്കും. കാലത്ത് 10 മണിക്ക് ആരംഭിക്കുന്ന സംഗമത്തിൽ ജില്ലാ ഭാരവാഹികൾ, മേഖലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, ദേവാകാര്യ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ പ്രതിനിധികളായി പങ്കെടുക്കും. മതനവീകരണ ചിന്തകൾക്കെതിരെ യഥാർത്ഥ വിശ്വാസ കർമ്മവഴികളെ സമൂഹത്തിന് പകർന്നു നൽകുന്നതിന് ക്യാമ്പയിൻ പദ്ധതികൾ സംഗമത്തിൽ പഠനവിധേയമാക്കും. സംഘടനയുടെ മുഖപത്രമായ സുന്നി വോയിസ് ദ്വൈവാരികയുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെയും പുതിയ 1,00,000 വരിക്കാരെ ചേർക്കുന്നതിന്റെയും ക്രമീകരണങ്ങൾ സംഗമത്തിൽ ചർച്ച ചെയ്യും. പയ്യന്നൂർ അൽഫല സെന്റർ, മീനങ്ങാടി മദ്രസത്തുൽ ഹുദ, മലപ്പുറം വാദിസലാം, എറണാകുളം ജാമിയ അഷ്അരിയ, പാരിപ്പള്ളി ജൌഹരിയ കോംപ്ലക്സ്, ഗൂഡല്ലൂർ ദേവാ സെന്റർ എന്നിവിടങ്ങളിലായിട്ടാണ് സംഗമങ്ങൾ നടക്കുന്നത്. സംസ്ഥാന നേതാക്കളായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, KP അബൂബക്കർ മൗലവി പട്ടുവം, N അലി അബ്ദുള്ള, മജീദ് കക്കാട്, അലവി സഖാഫി കൊളത്തൂർ, റഹ്മത്തുള്ള സഖാഫി എളമരം, സ്വാദിഖ് വെളിമുക്ക്, S ഷറഫുദ്ദീൻ, ഊരകം അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയവർ നേതൃസംഗമങ്ങൾക്ക് നേതൃത്വം നൽകും. നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് 8 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ജന്മം കൊണ്ട മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിം സമൂഹത്തിൽ നവകൊളോണിയലിസമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന സുന്നി ആദർശ സമ്മേളനം അഭിപ്രായപ്പെട്ടു. മുസ്ലിം ഭൂരിപക്ഷത്തിനെതിരെ ശിർക്ക് ആരോപണം നടത്തി ഭിന്നിപ്പിന് തുടക്കമിട്ടവർ ഇന്ന് സ്വന്തം പാളയത്തിൽ പരസ്പരം ശിർക്ക് ആരോപണം നടത്തുകയാണ്. ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസമായ തൗഹീദിന്റെ പേരിൽ പരസ്പരം തമ്മിലടിച്ച് മസ്ജിദുകളും മതസ്ഥാപനങ്ങളും കലുഷിതമാക്കുന്നത് നിർത്തലാക്കണമെന്നും മുസ്ലിം സമൂഹത്തെ പൊതുജനത്തിനു മുന്നിൽ അപമാനിക്കരുതെന്നും സമ്മേളനം മുജാഹിദുകളോട് ആവശ്യപ്പെട്ടു.
നൌഷാദ് അഹ്സനി ഒതുക്കങ്ങൾ വിഷയാവതരണം നടത്തി. സയ്യിദ് മുല്ലക്കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ഫൈസൽ അഹ്സനി രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. ഹാഫിൽ ഗാലിബ് ഖിറാഅത്തും സയ്യിദ് മുർത്തള തങ്ങൾ പ്രാർത്ഥനയും നടത്തി. സലാം സിറ്റി സ്വാഗതം പറഞ്ഞു. കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയ വിദ്യാർത്ഥി സംഘടനയായ ഇഹ്യാ ഉസ്സുന്നക്ക് പുതിയ സാരഥികളായി സയ്യിദ് മുനീർ അഹദൽ പ്രസിഡന്റ്, മുഹമ്മദ് ജരീർ എടക്കര ജനറൽ സെക്രട്ടറി, നസീർ അരൂർ ട്രഷററായി കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. പ്രിൻസിപ്പൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക കൌൺസിൽ ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. VPM ഫൈസി വില്യാപ്പള്ളി പാനൽ അവതരിപ്പിച്ചു. CM വലിയുല്ലാഹി MKM കോയ മുസ്ലിയാർ അനുസ്മരണവും ദിക്ർ വാർഷികവും ഇന്ന് വൈകിട്ട് 7 മണിക്ക് മുക്കം കാരമൂലയിൽ നടക്കും. റഹ്മത്തുള്ള സഖാഫി എളമരം മുഖ്യ പ്രഭാഷണം നടത്തും. SSF 40ാം വാർഷിക I-Team സെക്ടർ ചീഫുമാരുടെ പ്രഥമ ജില്ലാ ക്യാമ്പ് നാളെ വൈകിട്ട് 4 മണി മുതൽ മലപ്പുറം വാദിസലാം ഓഡിറ്റോറിയത്തിൽ നടക്കും. സംഘടനാ ലീഡർഷിപ്പ്, 4 മാസത്തെ പദ്ധതി അവതരണം എന്നിവയ്ക്ക് സംസ്ഥാന സെക്രട്ടറിമാരായ MA മജീദ്, അഹമ്മദ് കബീർ എന്നിവർ നേതൃത്വം നൽകും. SSF 2013-2014 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി നടക്കുന്ന ഇലക്ഷൻ ഡിവിഷൻ ശില്പശാലകൾക്ക് നാളെ മലപ്പുറം ജില്ലയിൽ തുടക്കമാവും. കഴിഞ്ഞ ദിവസം വാദിസലാമിൽ നടന്ന ജില്ലാ ഇലക്ഷൻ വർക്ക്ഷോപ്പ് സ്റ്റേറ്റ് ഇലക്ഷൻ ചീഫ് RP ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ സംഘടനാ വർഷത്തേക്കുള്ള യൂണിറ്റ്, സെക്ടർ, ഡിവിഷനുകളുടെ കരട് രേഖ പൂർത്തിയാക്കി. മർക്കസ് സഖാഫത്ത് സുന്നിയ 35ാം വാർഷിക സമ്മേളനത്തിന്റെ മേഖലാ സംഘാടക സമിതി രൂപവൽക്കരണ സംഗമങ്ങൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ 14 കേന്ദ്രങ്ങളിൽ നടക്കുന്നു. പെരിന്തൽമണ്ണ, കൊളത്തൂർ, മലപ്പുറം, മഞ്ചേരി, എടവണ്ണപ്പാറ, കൊണ്ടോട്ടി, പുളിക്കൽ, തേഞ്ഞിപ്പാലം, വേങ്ങര, കോട്ടക്കൽ, തിരൂർ, കുറ്റിപ്പുറം, എടപ്പാൾ, പൊന്നാനി എന്നീ മേഖലകളിലാണ് സംഗമങ്ങൾ നടക്കുന്നത്. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയ്ക്കു കീഴിൽ അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് ശില്പശാല സംഘടിപ്പിക്കുന്നു. അധ്യാപനം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകലാണ് ശില്പശാല ലക്ഷ്യമിടുന്നത്. 6-ന് ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 5 വരെയാണ് ശില്പശാല നടക്കുന്നത്. ജാമിയത്തുൽ ഹിന്ദിൽ അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളിലെ നേരത്തെ രജിസ്റ്റർ ചെയ്ത പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. SSF കോഴിക്കോട് ജില്ലാ ദഅ്വാ മുതഅല്ലിം കൌൺസിൽ യോഗം നാളെ നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് കോഴിക്കോട് ജില്ലാ ഓഫീസിൽ നടക്കുന്ന യോഗത്തിൽ ഡിവിഷൻ മുതഅല്ലിം കൺവീനർമാരും ജില്ലയിലെ മുഴുവൻ മതസ്ഥാപനങ്ങളിലെയും 2 വീതം പ്രതിനിധികളും സംബന്ധിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ചേളാരി തേഞ്ഞിപ്പാലം ജമലുലേലി ഇസ്ലാമിക് കോംപ്ലക്സിലെ പ്രധാന സംരംഭമായ സയ്യിദ് ഫദ്ലുബ്നു സാലിഹ് ജമലുലേലി ദഅ്വാ കോളേജ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങൾ തിരൂർക്കാട്, സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ, സയ്യിദ് മുഹമ്മദ് ജമലുലേലി കൊളപ്പുറം, സയ്യിദ് PK തങ്ങൾ തലപ്പാറ, E സുലൈമാൻ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കോടമ്പുഴ ബാവ മുസ്ലിയാർ, വൈലത്തൂർ ബാവ മുസ്ലിയാർ, മാളിയേക്കൽ സുലൈമാൻ സഖാഫി തുടങ്ങിയ സാദാത്തുക്കളും പണ്ഡിതന്മാരും പങ്കെടുത്തു. R അബ്ദുൽ ഖാദർ മുസ്ലിയാർ 11ാം അനുസ്മരണ സമ്മേളനം ഇന്ന് വൈകിട്ട് 7 മണിക്ക് പുല്ലൂക്കര R ഉസ്താദ് നഗരിയിൽ നടക്കും. SBP തങ്ങൾ ആലിക്കുഞ്ഞി ഉസ്താദ് അനുസ്മരണ സമ്മേളനത്തിന് നേതൃത്വം നൽകും. പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി അനുസ്മരണ പ്രഭാഷണം നടത്തും. മഹല്ല് ശാക്തീകരണത്തിന്റെ ഭാഗമായി SMA SJM സംയുക്താഭിമുഖ്യത്തിൽ മാങ്കാവ് റീജിയണൽ തസ്ഫിയ 2012 ക്യാമ്പ് നടത്തി. വള്ളിക്കുന്ന് ഇസ്ലാഹുൽ മുസ്ലിമീൻ മദ്രസയിൽ നടന്ന ക്യാമ്പ് SMA സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM കോയ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാങ്കാവ് റീജിയൻ SMA പ്രസിഡന്റ് AP അബ്ദുള്ള മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. SJM റേഞ്ച് പ്രസിഡന്റ് M മുഹമ്മദ് ബഷീർ ബാഖവി പ്രസംഗിച്ചു. SSF സംസ്ഥാന സാഹിത്യോത്സവിലെ ജേതാക്കൾക്കുള്ള അനുമോദനവും മാപ്പിള കലാമേളയും ഈ മാസം 9-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. സംസ്ഥാന സാഹിത്യോത്സവിൽ ജില്ലയ്ക്കു വേണ്ടി മാറ്റുരച്ച പ്രതിഭകളെയാണ് കിംല, അതായത് ഖാദി മുഹമ്മദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാപ്പിള ലിറ്ററേച്ചർ ആൻഡ് ആർട്ടിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിക്കുന്നത്. വൈകുന്നേരം 6:30-ന് SSF ദേശീയ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ സഖാഫി ഉദ്ഘാടനം ചെയ്യും. SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി ഉപഹാരങ്ങൾ സമ്മാനിക്കും. SSF സംസ്ഥാന പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫി അനുമോദന പ്രഭാഷണം നിർവഹിക്കും. VPM ഫൈസി വില്യാപ്പള്ളി,
കെ അബ്ദുൽ കലാം, ജലീൽ സഖാഫി കടലുണ്ടി, മജീദ് അരിയന്നൂർ, കോയ കാപ്പാട് തുടങ്ങിയവർ സംബന്ധിക്കും. സാഹിത്യോത്സവ ജേതാക്കൾ അവതരിപ്പിക്കുന്ന ദഫ്, അറബന, മാപ്പിളപ്പാട്ട്, മാലപ്പാട്ട്, മൗലിദ്, ബുർദ, മധുഗാനം, സംഘഗാനം എന്നിങ്ങനെ വിവിധ പരിപാടികൾ മാപ്പിള കലാമേളയുടെ ഭാഗമായി നടക്കും. RSC ഉണർത്തു സമ്മേളന വാർത്തകൾ. പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന ശീർഷകത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ ഗൾഫിലെ 500 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി ഇന്ന് രാത്രി 8 മണിക്ക് കറാമ സെന്ററിൽ RSC ദുബൈ സോൺ ജാഗ്രതാ സംഗമം സംഘടിപ്പിക്കുന്നു. സംഗമം ഹൈബി ഈഡൻ MLA ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഷംസുദ്ദീൻ ബാ അലവി, മുസ്തഫ ദാരിമി വിളയൂർ, അബ്ദുൽ ഹയ്യി അഹ്സനി, അബ്ദുൾ റസാഖ് മാറഞ്ചേരി, സക്കരിയ ഇർഫാനി, അബ്ദുൽ ഹക്കീം ഷാർജ, അഷ്റഫ് പാലക്കോട് സംബന്ധിക്കും. ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി കുവൈത്തിലെ 6 കേന്ദ്രങ്ങളിൽ നാളെ RSC ഉണർത്തു സമ്മേളനങ്ങൾ നടക്കും. പുലർച്ചെ 12 മണിക്ക് ഫിർദൌസ്, ഉച്ചയ്ക്ക് 1 മണിക്ക് ഖൈത്താൻ സുന്നി സെന്റർ, വൈകുന്നേരം 4 മണിക്ക് ഫിൻതാസ് പാർക്ക്, വൈകുന്നേരം 6 മണിക്ക് സിറ്റി കൌക്കബ് റെസ്റ്റോറന്റ്, ഫസാവി റൌണ്ട്, തുവൈക്ക് ക്യാമ്പ്, വൈകുന്നേരം 7 മണിക്ക് ഫർവാനിയ, മത്താഫി ഫത്ത ഹൌസ് എന്നിവിടങ്ങളിലാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ IPB പുറത്തിറക്കിയ 25 ബാലസാഹിത്യങ്ങൾ അടിസ്ഥാനമാക്കി റിസാല സ്റ്റഡി സർക്കിൾ RSC ജിദ്ദ സോൺ നടത്തിയ വിജ്ഞാന പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയ സുഹൈൽ ഷാജഹാന് SSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി ലാപ്ടോപ്പ് സമ്മാനിച്ചു. ചടങ്ങിൽ RSC ജിദ്ദ സോൺ കൺവീനർ സുജീർ പുത്തമ്പള്ളി, ചെയർമാൻ മുഹ്സിൻ സഖാഫി അഞ്ചച്ചവിടി, ഖലീൽ റഹ്മാൻ കൊളപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. KMIC വാർത്തകൾ. KMICയിൽ അല്പസമയത്തിനകം മുക്കം കാരമൂലയിൽ നിന്നും CM വലുല്ലാഹി MKM കോയ മുസ്ലിയാർ അനുസ്മരണവും ദിക്ർ വാർഷികവും പരിപാടിയിൽ റഹ്മത്തുള്ള സഖാഫി എളമരം പ്രഭാഷണം നടത്തുന്നു. തത്സമയം KMIC സംപ്രേഷണം ചെയ്യുമെന്ന് അഡ്മിൻ മുജീബ് CMR അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീജാനി ത്വരീഖത്ത് വിലക്കുകൾ ലംഘിച്ച് റഹ്മത്തുള്ള ഖാസിമി മുത്തേടം പ്രചാരണം ശക്തമാക്കുന്നു. കള്ളുകുടി പരാമർശം മന്ത്രി കെ ബാബുവിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശം. ഭൂമി കയ്യേറ്റം മന്ത്രി PJ ജോസഫിനും മുൻ മന്ത്രി KE ഇസ്മായിലിനുമെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. കോഴിക്കോട്ടെ പ്രമുഖ വ്യാപാരി നസീർ അഹമ്മദ് വധം 2 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.